that experience in your teaching career still brings a smile to your face when you think about it? Let me share a funny experience that I had last year. It was on the inspection day by Shikshan Bharati, where I supposed to take class in class 10. So the funny thing was, two children from the other class, they entered, and it was not a planned one. They just entered and sat inside, and I just started the class, and I was being very organized, because it is monitored thoroughly. So I find that my class is a bit tensed, a passive one. Then I tried to motivate them to respond, but still it didn't work. But I find those two children very supportive. They stood up, they started responding to all the questions or all the initiative, all the activities that I have done for the class. So I felt really thankful, to God as well as to those students, because of those students the class became so lively. NIC ക്യാമ്പിൽ രാജസ്ഥാനിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഡാൻസ് പ്രോഗ്രാമിന് കുറച്ച് പ്രോപ്സ് വേണമായിരുന്നു. അപ്പോൾ ആ പ്രോപ്സ് ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് പുല്ല് വേണമായിരുന്നു. പുല്ലെടുക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ലോണാണ്, നന്നായിട്ട് സെറ്റ് ചെയ്ത ലോണൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ഭാഗത്ത് വേറെ തരത്തിലുള്ള പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ആ പുല്ലെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളെല്ലാവരെയും കണ്ടു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല. പക്ഷേ ലോണിലെ പുല്ലല്ല, സൈഡിലെ പുല്ലാണ് ഞങ്ങൾ എടുക്കണേന്നൊക്കെ ആളോട് പറഞ്ഞു നോക്കി. എന്നിട്ട് ആൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഈ പുല്ല് എന്തായാലും ആവശ്യമുള്ളതായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടനോട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് പേര് അവിടെ നിന്ന് നോക്കി ആൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ പുല്ലൊപ്പിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് അവിടെ സെറ്റ് ചെയ്തു. അതൊരു നല്ല എക്സ്പീരിയൻസും കുറച്ച് ചിരി വരുത്തുന്നതായിരുന്നു. അതുകൂടാണ്ട് പനീർ, അന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീറൊക്കെ ആയിരുന്നു, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ആയിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അവർ രാജസ്ഥാനിൽ ചെന്നപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ അത് വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ 3rd ഡേ 4th ഡേ ഒക്കെ ആയപ്പോൾ അവർക്കത് മതിയായി. പനീറിന് തന്നെ പല വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ചോദിച്ചു, ടീച്ചറെ ഞങ്ങൾക്ക് കുറച്ച് ചോറും സാമ്പാറും ഒക്കെ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു, സ്കൂളിൽ ഇത് വേണ്ടാന്ന് പറയുന്ന കുട്ടികളാണ്, എന്നിട്ട് അവർ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ 25 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ മനസ്സിൽ സന്തോഷം പകരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഓർക്കുമ്പോൾ പൊട്ടിച്ചിരിപ്പിക്കുന്ന വിരിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ വളരെ സ്മാർട്ടായ ഒരു കുട്ടിയുണ്ട്. അതിൻ്റെ കുട്ടികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഒരു ദിവസം ബ്രേക്ക് ടൈമിൽ ആൻറ്റി ഈ കുട്ടിയെ പിടിച്ച് വരികയാണ്. അതിൻ്റെ മേലാസകലം മണ്ണ് പറഞ്ഞിട്ടുണ്ട്, മരത്തിൻ്റെ ചില്ലകൾ പൊടികളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ അന്തം വിട്ട് വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്തൊരു പാം ട്രീ ഉണ്ട്, ചെറിയ മരം. അതിൻ്റെ വലിഞ്ഞ് പിടിച്ച് കയറി ആ മരത്തോട് കൂടി ഇവൻ ഒടിഞ്ഞ് താഴെ വീണു. എന്നിട്ട് ഇവൻ്റെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ മരം അവനെ എന്തോ നിന്ന് തട്ടിയിട്ട പോലെയാണ് നിൽപ്പ്. ആ അന്തം വിട്ടുള്ള നിൽപ്പും ഞാനതിൽ കയറിയപ്പോഴേക്കും അത് വീണു എന്നുള്ള അവൻ്റെ പറച്ചിലൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി വരാറുണ്ട്. ചെറിയ കുട്ടികളുടെ ഇത്തരം സംഭവങ്ങൾ നമ്മളെ എപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുത്തുന്നവയാണ്. ഇത് തന്നെയാണ് അധ്യാപന ജീവിതത്തിൻ്റെ ഒരു സമ്പാദ്യം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ബയോളജി ടീച്ചർ കുട്ടികൾ ചോദിക്കുന്ന ഭയങ്കര ഇന്നസെൻ്റായിട്ട് ചോദിക്കുന്ന കുറേ ഡൗട്ടുകൾ, അതാണ് ചിരി വരുന്ന മോഡൽസ്. കാരണം ആ ഡൗട്ട് ചോദിച്ച കുട്ടികളോട് ഇപ്പം ഞാൻ ഡൗട്ട് ചോദിക്കണം ഇതായി, കാരണം അവരത്രയും വലുതായി. പക്ഷെ അവരുടെ ചെറിയ ക്ലാസ്സുകളിൽ അവർ ചോദിച്ച കുറേ ഡൗട്ടുകൾ അവരെ കാണുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ചിരി വരുന്ന മോഡൽസ്. കുറച്ച് പിന്നത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഭയങ്കര ഗ്യാപ്പുള്ള പല്ലുണ്ട്. അപ്പോൾ ഒരു തവണ ഞാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വിങ്ങിൽ പോയിട്ട് ഒരു കുട്ടി ഓടി ചോദിച്ചു, പല്ല് പോയിട്ട് വന്നില്ലേ? ഇപ്പം നിങ്ങളും ചിരിച്ചില്ലേ? പല്ല് പോയിട്ട് വന്നില്ലേന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാനപ്പോൾ അതേപോലെ തന്നെ വന്നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ പകുതി വഴി വരെ എത്തിയപ്പോഴാണ് മെമ്മറിയിൽ കത്തിയത് അവൻ്റെ ഫ്രണ്ടിലുള്ള പല്ല് പോയിരിക്കുന്നത്.
അപ്പോൾ ഞാൻ തിരിച്ചു ഓടിച്ചെന്ന് പ്രീതാകുമാരി ടീച്ചറോട് ചോദിച്ചു, എന്നോട് ഇപ്പോൾ സംസാരിച്ച് കുട്ടി ആരാന്ന്. കാരണം പ്രോക്സിക്ക് പോയതാണ്. മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ്. അപ്പോൾ ഞാൻ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഈ പല്ലകന്നതാ, മോൻ്റെ പല്ല് വരൂട്ടാന്ന്. പക്ഷേ അത്രയും വരെ ആ കുട്ടി പേടിച്ചിരിക്കുന്നത് അതിൻ്റെ പറ്റിയില്ല. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആലോചിച്ചിരിക്കാറുള്ള മൊമെൻറ്റ്സ്. ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവമാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻ്റെ 5th കുട്ടികൾ, ചെറിയ കുട്ടികളാണല്ലോ. അപ്പം നമ്മൾ ക്ലാസ്സിൽ ചെല്ലണതിന് മുമ്പ് ഇവരെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഒരു ഗിഫ്റ്റ് പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, കുറേ കാർഡും ഒരു ബോക്സിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ക്ലാസ്സിൽ ചെന്ന വഴിക്ക് ഇവർ ഒളിച്ചിരിക്കുകയാണ്. ക്ലാസ്സിന് ഉള്ളിൽ ബെഞ്ചിൻ്റെ അടിയിൽ തന്നെ. ചെറിയ കുട്ടികളുണ്ട്, അവർക്ക് അറിയില്ല ബെഞ്ചിൻ്റെ അടിയിലിരുന്ന കാണില്ല എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അവർ ബെഞ്ചിൻ്റെ അവിടെ ഒളിച്ചിരുന്നിട്ട് ഞാൻ ചെന്ന വഴിക്ക് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ വന്നു, നല്ലൊരു രസമായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇവരെനിക്ക് ഗിഫ്റ്റ് തന്ന് അന്ന് എന്തോ തിരക്കായിരുന്നു. അപ്പോൾ എന്തോ ആവശ്യത്തിന് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ക്ലാസ്സിൽ നിന്ന് പോന്ന് പ്രിൻസിപ്പളിനെ കാണേണ്ട കാര്യം എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് പ്രിൻസിപ്പളിനെ കണ്ട് ടീച്ചറോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോഴേക്കും ബെല്ലടിച്ചു. പിന്നെ എനിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് ഈ കുട്ടികൾ പിരീഡ് കഴിഞ്ഞപ്പോൾ ഓഫീസിന് മുമ്പിൽ കൂടെ വരികയാണ്. വരണ സമയത്ത് ഇവരെനിക്ക് ഈ ബോക്സ് തിരിച്ചു തരാം. എനിക്ക് കുറേ കാർഡും ബോക്സൊക്കെ തന്നല്ലോ, ഇതൊക്കെ തിരിച്ച് എനിക്ക് തരികയാണ്. ഞാനിതൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വന്ന് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരൊറ്റ മിഠായി, നിറച്ച് മിഠായി ആയിരുന്നു വേണം. കുറേ ചോക്ലേറ്റുകൾ എല്ലാം എനിക്ക് മിസ്സായി. എല്ലാം കുട്ടികൾ കഴിച്ചു. ടീച്ചർക്ക് വേണ്ടി ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. കാരണം കൊച്ചു കുട്ടികളാണ്, അവരുടെ സ്നേഹം കാണിച്ചു. അതിപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. നല്ല രീതി മാത്സിൽ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പോഴും ബിലോ 10 മാർക്ക് കിട്ടുക. എപ്പോഴും റെമഡിയൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. ദിവസം ഇൻസ്പെക്ഷൻ ഡേയിൽ ഒരു ഗ്രാഫ് ക്ലാസ് എടുക്കാൻ വേണ്ടി വേണമായിരുന്നു. ഞാൻ ക്ലാസ്സിലെ ലീഡറിനോട് ഒരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ലീഡർ പിറ്റേ ദിവസം തന്നെ ഒരു നല്ലൊരു ഗ്രാഫ് കൊണ്ട് തന്നു. അത് എടുത്തപ്പോൾ എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറി. അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്തിട്ടുണ്ടല്ല, പക്ഷെ ഒരു ഭംഗിയില്ല, ഇങ്ങനെ സമയമില്ല ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെന്നെ യൂസ് ചെയ്ത് ശരി ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി സെക്കൻഡ് പീരീഡൊക്കെ വരുമ്പോൾ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ ഇവൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചാർട്ട് വരച്ച് കറക്റ്റ് ഈക്വലൊക്കെ വരച്ച് നല്ല കളർഫുള്ളായിട്ടൊരു ചാർട്ട് കൊണ്ടുവന്നു. അവന് മാത്സ് കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ചാർട്ട് വരയ്ക്കാൻ അധികം മാത്സ് ഒന്നും ആവശ്യമില്ല. ഗ്രാഫാണ്, എക്സ് വൈ ആക്സിസ് പോയിന്റ് പ്ലോട്ട് ചെയ്യണമൊക്കെ അറിയില്ല. പക്ഷെ അവനത് കറക്റ്റായിട്ട് പഠിച്ച് കുട്ടീനെ മുന്നിൽ മനസ്സിലായി പറയാതെ തന്നെ ഹെൽപ്പ് ചെയ്ത് അതിനുള്ള റിസൾട്ട് The first day of reopening, when the children are just crying away and they want the parents near them, and then all those huge conditions which we go through on the first few days. So the very first day, I was also new. I didn't know how to, and younger too. Now I'm experienced, but younger means you don't have the patience. And there was this one little boy, I don't want to name him because now he has reached heights, reached somewhere and all. And this boy, he gave me a punch, on my stomach. And then I literally fell down. But I got up, and there was, of course, the ayah who helped me get up. And then by the year end, the change is, he was the one who loved me the most. He couldn't keep away from me like he used to, it seems, tell his parents that I want to go and see Parvati teacher and I cannot sit at home, even if he's not there. And now, that is the fun part, still he comes and meets me. വർക്ക് ചെയ്തിരുന്ന സ്കൂള്, ഞാൻ സ്കൂളും കുട്ടിയുടെ പേരും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തു at the age of 22 or 23, അത് ഏതാണ്ട് ഒരു 20-25 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ 8th ആ കുട്ടി എൻ്റെ ക്ലാസ്സിലായിരുന്നു. ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു.
9th ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അത്യാവശ്യം നല്ല കുറുമ്പും നന്നായിട്ട് മാർക്ക് മേടിക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത, പഠിക്കാനും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, പക്ഷേ കുറേയധികം ക്വാളിറ്റീസ് ഉള്ളൊരു കുട്ടി. അതായത് ആരുടെ എന്തെങ്കിലും ഒരു ഇൻജസ്റ്റിസ് കണ്ടാൽ റിയാക്ട് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന, അത് വിളിച്ചു പറയുന്ന. അപ്പോൾ മറ്റുള്ളവർക്കത് ഹിതകരമല്ലെങ്കിലും ആണെങ്കിലും അവനൊന്നും ആലോചിക്കാതെ അത് പറയും. എല്ലാ ഓപ്പൺ ഹൗസിനും അതുപോലെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും. അവൻ്റെ മാർക്ക് കുറയിലാണ് അവരുടെ വിഷയം. ഞാൻ അവനെ ഉപദേശിക്കും. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ മാർക്ക് മേടിക്കാൻ ടീച്ചറിന് എന്നോട് വളരെ സത്യവാങ്മൂലം പറഞ്ഞിട്ട് പോകും. ഇതാണ് സ്ഥിരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. ആ കുട്ടി 10th ആയ സമയത്ത് എൻ്റെ കുറച്ച് പേഴ്സണൽ റീസൺ കൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ വേറൊരു സ്കൂളിൽ ജോയിനായി ഏതാണ്ട് ഒരു 5-6 വർഷം, എക്സാക്ട്ലി സ്പീക്കിംഗ് ഒരു 6-7 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു. ഒരു ദിവസം ഈവനിങ്ങിൽ ഞാൻ എൻ്റെ വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് അങ്ങനെ അടിച്ചു. ഞാൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ ഈ പയ്യൻ നിൽക്കുകയാണ്. വിത്തൗട്ട് എൻ ഇൻട്രൊഡക്ഷൻ ആണ് അകത്തേക്ക് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞത്, ടീച്ചർ ഇപ്പം ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്, ഞാൻ ജോയിനായി, എനിക്കത് ടീച്ചറോട് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാണ് പറഞ്ഞത്.